ഫുൾടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ഇപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് പഠിക്കാനുള്ള വണ്ടികൾ. അതേപോലെ തന്നെ കുറേ പേര് നമുക്ക് എൻക്വയറി തന്നിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ വണ്ടികളുണ്ടെങ്കിൽ അറിയിക്കാമെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ളതിനൊരു സപ്പോർട്ട് നമ്മളെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ വീഡിയോൻ്റെ ഭാഷയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിക്കാം, കാർ ഓടിക്കാൻ പഠിക്കാം എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു കാറിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്ന നേരം ഇത് 2004 മോഡൽ 4 സ്പീഡ് 4 ഗിയറുള്ള റിവേഴ്സ് ഗിയർ ഉൾപ്പെടെ 5 ഗിയറുള്ള ഒരു മാരുതിയുടെ 800 ആണ്. ഈ ഒരു വണ്ടിയുടെ ഇപ്പോൾ ഓരോ പാർട്സ് നമ്മൾ നോക്കുന്ന നേരം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റിയറിങ്, നടുവിൽ ഹോണുണ്ട്. ഇപ്പോൾ ഈ കയ്യിൽ നമ്മൾ പിടിച്ചിരിക്കുന്നത് ഹാൻഡ് ബ്രേക്കാണ്. ഇത് ഗിയർ, അതിൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഗിയർ മാറ്റാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചവിട്ടി പിടിക്കുന്ന ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ. ബ്രേക്ക് ചവിട്ടിയ വണ്ടി നിൽക്കും, ആക്സിലറേറ്റർ ചവിട്ടിണ്ടെച്ചാൽ വണ്ടി നീങ്ങും. ഇത്രയാണ് സിമ്പിളായിട്ടുള്ള രീതി നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. നമ്മൾ സ്വതവേ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ചും അതേപോലെ തന്നെ ആക്സിലറേറ്റർ നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചവിട്ടിപ്പോവും. അപ്പോൾ വണ്ടി ഇങ്ങനെ എന്ന് പറഞ്ഞുള്ളൊരു ടോണിൽ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടായി വരും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നൊരു ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ 2 കണ്ണാടിയാണ് നമ്മളെ 2 സൈഡിലേക്കുള്ള കണ്ണെന്ന് പറയുന്നത്. ഈ 2 കണ്ണാടി നമ്മൾ പക്കയാക്കി വെച്ച് അതേപോലെ തന്നെ ഈ ഒരു കണ്ണാടി നമ്മളെ ഫ്രണ്ടിലുള്ള വണ്ടീൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു കണ്ണാടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിൽ വരുന്ന വണ്ടികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വതവേ ചെയ്യുന്നത് ഇപ്പം വണ്ടീൻ്റെ ഡാഷ്ബോർഡ് സിഗ്നൽസ്, ഈ ഡാഷ്ബോർഡ് സിഗ്നൽസിൻ്റെ വീഡിയോ ഒരെണ്ണം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ചിലർ നമ്മൾ കണ്ടിട്ടുണ്ടാവും എൽബോർഡ് വെച്ചിട്ടുള്ള വണ്ടി ആയിരിക്കും, ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നേരെ പോവും. അതേപോലെ തന്നെ ഹസാർഡ് ഇട്ടിട്ട് നേരെ പോവും. ഈ ഹസാർഡ് എന്നുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഇപ്പം മഴ പെയ്യാണ്, നമുക്ക് റോഡ് കാണുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അതേപോലെ തന്നെ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണ് നമ്മൾ ഈ ഹസാർഡ് ഇടേണ്ടത്. ഈ 2 ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ സിഗ്നലിൽ നേരെ പോകാമെന്നുള്ളൊരു ഉദ്ദേശം എവിടെയും പറയുന്നില്ല, ഒരു ഡ്രൈവിംഗ് മാനുവൽ അങ്ങനെ പറയുന്നില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് ഇപ്പം ചിലപ്പോൾ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടാവും. അതായത് ഹാഫ് ടേണിൽ സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിഞ്ഞിട്ടോ വലത്തോട്ട് തിരിഞ്ഞിട്ടോ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊന്നും നോക്കണ്ട, ചാടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് ഓടിക്കാൻ ഞാൻ 2 തവണ ഓടിച്ചതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ മതിലടുപ്പിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യും, നേരെ കൊണ്ടുപോയി മതിലിട്ട് ചാമ്പും. അത് ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിയറിംഗ് കണ്ടിട്ട് എങ്ങനെയാണ് സ്റ്റിയറിങ്ങിൻ്റെ ഇപ്പോൾ ടയറിൻ്റെ ഒരു നിൽപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് തല വിൻഡോ കൂടെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളെ ടയർ നിൽക്കുന്നത്, ഈ ഒരു സ്റ്റിയറിംഗ് നിൽക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണോ, അപ്പം ഈ ഒരു വണ്ടിയുടെ ബോഡി എങ്ങനെയാണോ നിൽക്കുന്നത് എന്നുള്ളത്. അതേപോലെ ഇപ്പം ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളും ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഒരാളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ 4 സൈഡിലുള്ള ഇൻഡിക്കേറ്റർ. കാരണം ഒരു കാറാണ്, ലെഫ്റ്റ് കൂടെ ബൈക്കാർ ഓവർടേക്ക് ചെയ്യും, സ്വാഭാവികമാണ്, നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ചേട്ടാ റൈറ്റിലൂടെ വെട്ടിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം. അതിൽ ചിലപ്പോൾ അവർക്ക് സ്പേസ് കിട്ടില്ല, ചിലപ്പോൾ തിരക്കിട്ട് പോകുന്നവർ ആ ഗ്യാപ്പ് കാണുന്നവർ അതിലൂടെ എടുത്ത് പോകുന്നതാണ്. അത് അവരുടെ എയിമാണ്. ബൈക്ക് ഓൾറെഡി പഠിച്ചവരും പഠിക്കാത്തവരും അതിലൂടെയാണ് പോവുക. പക്ഷെ നമ്മൾ പഠിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഈ 4 ഇൻഡിക്കേറ്ററിൻ്റെ മുകളിലാണ് നമ്മൾ എങ്ങോട്ടാണ് തിരിയുക, നമുക്ക് കയ്യും കാലും ഇട്ട് ബൈക്കിൽ പോലെ കാണിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നമ്മൾ തിരിയുക എന്നുള്ള ആൾക്കാർ നിഗമനം എടുക്കുന്നത് നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ടാണ്. നമ്മൾ വളയുന്നുണ്ടെങ്കിൽ സാധാരണ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർ ചെയ്യുക നേരെ അവർ ഗിയറൊന്ന് ഡൗൺ ചെയ്യും, സ്ലോ ആക്കും, ചിലർ ഫസ്റ്റിലിട്ടിട്ട് നേരെ ഒരൊറ്റ തിരിക്കലാണ്. അതല്ലാതെ തന്നെ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഒരു 50 മീറ്റർ മുന്നേ നമ്മൾ വളയ്ക്കുകയാണ്, നമ്മൾ റോഡിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിലും ഒന്നുകിൽ ഹാൻഡ് സിഗ്നൽ കൊടുക്കുക 50 മീറ്റർ മുന്നേ, അതല്ല എങ്കിൽ ഇൻഡിക്കേറ്റർ നമ്മൾ ഇടണം. ഏത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എന്താ നമ്മൾ ചെയ്യുന്നതെന്നുള്ളതിന് ഇൻഡിക്കേറ്റർ ഇടേണ്ടതാണ്. പിന്നെ ഇതിൽ ഞാൻ പറയാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഭിവാജ്യമായൊരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഡ്രൈവിംഗ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് മാരുതിയുടെ 800 ആണ്. ഈ ഒരു 800-ൽ നമുക്കറിയാം ABS-ഓ അല്ലെങ്കിൽ എയർ ബാഗോ ഇങ്ങനത്തെ യാതൊരു സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നില്ല. സാധാ ഒരു കാറ് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഇരുമ്പ് ചട്ടയാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സീറ്റ് ബെൽറ്റ് ഇടേണ്ട ഒരു കാര്യമാണ്. ബൈക്കിൽ നിങ്ങൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാറിൽ നിങ്ങൾ സീറ്റ് ബെൽറ്റാണ് യൂസ് ചെയ്യേണ്ടത്. സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ഇടേണ്ട കാര്യമാണ്. ഇപ്പോൾ എയർ ബാഗ് ഉള്ള വണ്ടിയാണെങ്കിൽ തന്നെ പഴയ മോഡൽ, ഇപ്പോൾ പുതിയ മോഡൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പഴയ മോഡൽ വണ്ടികൾ നമ്മൾ എയർ ബാഗ് ഡിപ്ലോയ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു 800 ആണെങ്കിൽ തന്നെ ഇതിൻ്റെ കീ ഇട്ട് കഴിഞ്ഞ് ഒന്ന് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീൻ്റെ അത് മാറി അടുത്തതിലേക്ക് വരുന്നേരം നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ നമുക്ക് കാറിൻ്റെ ക്ലസ്റ്ററിൽ നമുക്ക് സിമ്പിൾസ് കാണാൻ പറ്റും.
ഹാൻഡ് ബ്രേക്കിൻ്റെത്, അതേപോലെ തന്നെ ഈ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ ലിങ്ക് ഇടുന്നതുമായിരിക്കും. അതിനുശേഷം ഒന്ന് ഇതിൻ്റെ കീ ഒന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും. ഇപ്പം നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവുന്നവരെ എപ്പോഴും വണ്ടി ന്യൂട്രൽ ഇട്ട് വേണം നമ്മൾ സ്റ്റാർട്ടാക്കാനായിട്ട്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം ന്യൂട്രലിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. ഇപ്പം വണ്ടി നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 സെക്കൻഡ് വണ്ടി സ്റ്റാർട്ടായി റണ്ണിങ്ങിൽ നിൽക്കുന്നേരം ഒന്ന് ആക്സിലറേറ്ററിലൊന്ന് ചവിട്ടി നിന്ന് അത്യാവശ്യം തറവാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. വണ്ടി ഒന്ന് റേസ് ആവുന്നേരം നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ കോൺഫിഡൻസ് ഒന്ന് സെറ്റ് ആവും. നമ്മൾ പതുക്കെ ചവിട്ടുന്നേരം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ എത്ര ചവിട്ടണം, എങ്ങനെയൊക്കെ ചവിട്ടണം എന്നുള്ളത്. അപ്പോൾ അതറിയാനും അതേപോലെ തന്നെ വണ്ടീൻ്റെ ആ ഒരു റേസിങ്ങും ആ ഒരു വണ്ടിയുടെ ഒരു ബീറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ചവിട്ടി കൊടുത്തിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇത്ര ചവിട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഇത്ര റേസിങ് വരുന്നുണ്ട്, ഫുള്ള് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് അതിൻ്റെ സൗണ്ടും റേസിങ്ങും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാനാണ് നമ്മളതൊന്ന് റേസിങ്ങും അതേപോലെ തന്നെ കാര്യങ്ങളും നമുക്കൊന്ന് കോൺഫിഡൻസ് കിട്ടാനാണ് നമ്മളൊരു 30 സെക്കൻഡ് 40 സെക്കൻഡ് നിങ്ങളൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കി വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിയുന്നതും പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഷൂ, ചെരുപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റായിട്ട് കാലിനെ കൊണ്ട് തന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ എന്നിവ നിങ്ങൾ ചവിട്ടേണ്ടതാണ്. നമ്മൾ ഏകദേശം ഒരു 40 സെക്കൻഡായി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്തത് ഇപ്പോൾ ഗിയർ മാറ്റണം. അതിനായിട്ട് എപ്പോഴും ക്ലച്ച് മുഴുവനായിട്ട് നമ്മൾ ചവിട്ടേണ്ടതാണ്. നമ്മൾ ഏത് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമെന്ന് പറഞ്ഞ പോലെ മുഴുവനായിട്ട് ചവിട്ടി താഴ്ത്തിയതിന് ശേഷം ഇപ്പോൾ വണ്ടി ഓണാണ്, പതുക്കെ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് തട്ടുക. ലെഫ്റ്റിൽ ഏറ്റവും മുന്നോട്ടാണ് മാരുതി 800 വരുന്നത്. അപ്പം ലെഫ്റ്റ് ഒന്ന് ന്യൂട്രലിൽ നിന്ന് ലെഫ്റ്റ് അടുപ്പിച്ച് മുകളിലേക്ക് പതുക്കെ തട്ടി കൊടുക്കേണ്ടതാണ്. ക്ലോക്കിൽ എങ്ങനെയാണ് 10:10 എന്ന സമയം കാണിക്കുക, അങ്ങനെയാണ് നമ്മൾ ശരിക്കും സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു തരം നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഗിയർ മാറ്റാൻ എല്ലാം എളുപ്പമാണ്. ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ കാണാറുണ്ട് വിട്ട് സ്റ്റിയറിംഗ് പിടിക്കുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് ഡ്രൈവിംഗ് ബുദ്ധിമുട്ടുള്ളതായിട്ടും അതേപോലെ തന്നെ എത്രയായാലും എയിമായിട്ടില്ല. ഇപ്പോൾ ക്ലച്ച് നമ്മളിങ്ങനെ കാണിക്കുന്ന പോലെ പതുക്കെയാണ് വിടേണ്ടത്. ഒറ്റയടിക്ക് ക്ലച്ച് വിടുന്ന നേരം നമ്മൾ വണ്ടി ചാടി ഓഫ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുന്ന വണ്ടി പതുക്കെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. അന്നേരമാണ് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നത്. കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റാം. പിന്നെ പതുക്കെ ക്രമേണ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്കും തേർഡിൽ നിന്ന് ഫോർത്തിലേക്കും നമുക്ക് മാറ്റാവുന്നതാണ്. ABC എന്നാണ് നമ്മൾ പറയാറ്, അതായത് ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. അതിൻ്റെ അകത്ത് ക്ലച്ച് നമ്മൾ എപ്പോഴും ഇടത്തെ കാല് കൊണ്ടും ബ്രേക്കും ആക്സിലറേറ്റർ നമ്മൾ വലത്തെ കാല് കൊണ്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇനി റോഡിൻ്റെ വീതി നമ്മൾ കണക്കാക്കുന്ന നേരം എപ്പോഴും നമുക്ക് വലത്തെ സൈഡ് നമുക്ക് കാണുന്ന രീതിയിൽ അടുപ്പിച്ച് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇടത്തെ സൈഡ് നമുക്ക് രൂപത്തിന് പുറത്ത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. എപ്പോഴും കൂടെ ഒരു ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. സീറ്റ് ബെൽറ്റും ലൈസൻസും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പം നമ്മളിപ്പോൾ 4th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന നേരം നമുക്ക് നിർത്തണം തോന്നുകയാണെങ്കിൽ നമ്മളിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ബ്രേക്ക് പതുക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്ലോ ആയിട്ട് വണ്ടി കുത്തി തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ വണ്ടി ഇങ്ങനെ മൊത്തമായിട്ട് ഭയങ്കരമായിട്ട് കുലുങ്ങും വണ്ടി മൊത്തമായിട്ട് ഇങ്ങനെ കുത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പതുക്കെ ന്യൂട്രലിലേക്ക് തട്ടുകയാണ്. എന്നിട്ട് എന്നിട്ട് നമ്മൾ വണ്ടി ഇപ്പം കുത്തി ഇങ്ങനെ നിൽക്കുന്ന നേരം നമ്മൾ പതുക്കെ ക്ലച്ച് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇപ്പം വണ്ടിയിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് ന്യൂട്രലിലേക്ക്, ഇപ്പം തേർഡിലേക്ക് പോകേണ്ട ന്യൂട്രലിൽ ഇട്ടതിന് ശേഷം ഇപ്പം നമ്മൾ ഇവിടെയാണ് വളയ്ക്കുന്നതെങ്കിൽ എവിടെയാണോ വളയ്ക്കുന്നത് അതിൻ്റെ ഒരു ശരാശരി ഒരു ഊഹം വെച്ച് ഒരു 50 മീറ്റർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ റൂട്ടിൽ നിന്ന് സൈഡിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് പതുക്കെ. എന്നിട്ട് ബ്രേക്ക് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ട് വണ്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റിലേക്ക് എത്തുന്ന നേരം വണ്ടി നിർത്താനായി തോന്നുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം, ലാസ്റ്റിലേക്ക് ഒരൊറ്റ ചവിട്ടും. അത് ചവിട്ടുന്ന നേരം വണ്ടി ഒരൊറ്റ നിൽക്കും. ബാക്കിലുള്ള ആൾക്കാരൊക്കെ ഇപ്പം ഫാമിലി ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ അവരെല്ലാവരും കൂടെ മുന്നോട്ട് ഇങ്ങനെ ചാടിപ്പോകും. അല്ലെങ്കിൽ ബാക്കത്തെ വണ്ടി വന്നിട്ട് ഇപ്പം ചിലപ്പോൾ വണ്ടി നമ്മളൊരു ഊഹം വെച്ച് വണ്ടി റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ എന്തിൽ തന്നെ വണ്ടിയുടെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും ബാക്കത്തെ കോർണർ, വണ്ടിയുടെ ബാക്ക് സൈഡിലുള്ള ആ ഒരു കോർണർ ചിലപ്പം ചില ആൾക്കാർ ഓടിക്കുന്നവരൊക്കെ നിർത്തിയിട്ടാൽ തന്നെ റോഡിലേക്ക് കയറി നിൽക്കുന്നത് കാണാറുണ്ട്. വലിയ ലോറിക്കാർക്കും ബസ്സുകാർക്കും ഒക്കെ അവർക്ക് ആ ഒരു സൈഡ് അത്ര ക്ലിയർ ആയിട്ട് കാണണം എന്നില്ല. അവരും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ജഡ്ജ്മെൻറ്റ്, ഒരു ഊഹത്തിൻ്റെ പുറത്താണ് അവർ ആ ഒരു സൈഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ വണ്ടീൻ്റെ ബാക്ക് സൈഡ് റോഡിലേക്ക് കയറി വന്ന് അവർ ശ്രദ്ധിക്കില്ല. ഒറ്റ ചാമ്പും നമ്മൾ പോലും അറിയണം നമ്മളെ വണ്ടി തട്ടി നമ്മൾ മനസ്സിലാക്കും പഠിക്കുമ്പോൾ തന്നെ. ഇത്രയാണ് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നതിനുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് പാർട്സായിട്ട് എങ്ങനെയൊക്കെയാണ് കൂടുതൽ നമുക്ക് കയറ്റത്തിൽ നിർത്തിയെടുക്കാവുന്നത്, അതേപോലെ എങ്ങനെയൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ മൈലേജ് കൂട്ടിയിട്ടും അതേപോലെ തന്നെ മെയിൻ്റനൻസ് കുറച്ചുകൊണ്ട് നമുക്ക് വണ്ടികൾ ഓടിക്കാം, ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും.
ടീം ടെക്കിന് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചാനൽ നോക്കണം എന്തൊക്കെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നേരെ ഫോണിലും അതേപോലെ തന്നെ യൂട്യൂബിലും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. സോ ക്യാമറമാൻ ജിതിനോടൊപ്പം ദിസ് ഇസ് അബ്ജയ് സൈനിങ് ഔട്ട്. ആഡിയോസ്.